ഇങ്ങനെയായിരിക്കണം ഒരു ക്യാപ്റ്റൻ കളിക്കേണ്ടത്. ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. സഞ്ജു ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. സഞ്ജുവും ബട്ട്ലറും കൂടി രാജസ്ഥാന് വിജയം സമ്മാനിച്ചു. RCB ശരിക്കും നാണം കെട്ടു. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ RCB മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB ടീം മികച്ച രീതിയിലാണ് കളിച്ചത്. പക്ഷെ അവർക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ RCB ടീമിൽ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ പേരാണ്. 113 റൺസാണ് കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇപ്പോഴത്തെ RCB ടീം കോഹ്ലിയുടെ ചുമലിലാണ്. കോഹ്ലി ഒറ്റയ്ക്ക് കളിച്ചിട്ടും RCB ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. സെക്കൻഡ് ബാറ്റിങ്ങിൽ രാജസ്ഥാൻ ടീമിൽ സഞ്ജുവും ബട്ട്ലറും കൂടി RCBയെ കൊന്നുകളഞ്ഞു. കോഹ്ലി ഇന്ന് സെഞ്ചുറി പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഓപ്പണിംഗിൽ ഇറങ്ങിയ കോഹ്ലി അവസാനം വരെ ക്രീസിലുണ്ടായിരുന്നു. അതുപോലെ ഡുപ്ലിസിയും അടിച്ചു കളിച്ചു. എന്നിട്ടും RCBക്ക് ജയിക്കാൻ സാധിച്ചില്ല. RCBക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ ഇതേ സമയം തന്നെ രാജസ്ഥാൻ ഈ IPLലെ അടുപ്പിച്ച് 4ാമത്തെ മത്സരമാണ് ജയിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. അതുപോലത്തെ പ്രകടനമാണ് അവരിപ്പോൾ കാഴ്ചവെക്കുന്നത്. പരാജയം എന്താണെന്ന് രാജസ്ഥാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിനാണ്. സഞ്ജു രാജസ്ഥാനെ മികച്ച രീതിയിലാണ് നയിക്കുന്നത്. ക്യാപ്റ്റൻ മാത്രമല്ല, സഞ്ജു മികച്ചൊരു ബാറ്റ്സ്മാൻ കൂടിയാണ്. അത് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ജയ്സ്വാൾ വീണപ്പോൾ ഒരുപക്ഷെ ബട്ട്ലറും ഔട്ടാകേണ്ടതായിരുന്നു. എന്നാൽ സഞ്ജു ബട്ട്ലറെ വിട്ടുകൊടുക്കാതെ മികച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. അതാണ് ഇന്നത്തെ മത്സരത്തിലെ വഴിത്തിരിവ്. ജയ്സ്വാൾ ഇന്നിംഗ്സിന്റെ 2ാമത്തെ ബോളിൽ പോയപ്പോൾ RCB ആരാധകർ സന്തോഷിച്ചു. രാജസ്ഥാന്റെ വിക്കറ്റ് ഈസിയായിട്ട് വീഴ്ത്താമെന്ന് കരുതി. എന്നാൽ സഞ്ജു അവിടെ നെഞ്ചുവിരിച്ചു നിന്നു. ബട്ട്ലർ ഇതുവരെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സഞ്ജു കൊടുത്ത ആത്മവിശ്വാസമാണ് ബട്ട്ലറെ ഫോമാക്കിയത്. ബട്ട്ലറും കൂടി ഫോമായാൽ ഇനി രാജസ്ഥാനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. റിയാൻ പരാഗ് ഓൾറെഡി ഫോമിലാണ്. ഇപ്പോൾ ഇതാ സഞ്ജുവും ഫോമിലാണ്. രാജസ്ഥാൻ ഇപ്രാവശ്യം കപ്പ് നേടാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് RCB 183 റൺസ് എടുത്തിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.